PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള പിണറായി സർക്കാർ തീരുമാനം ആത്മഹത്യാപരമാണ്. മാത്രമല്ല, കുട്ടികളുടെ മൗലികാവകാശങ്ങളുടെ നിഷേധവും കൂടിയാണ്. ഇത് കേവലം ഏതെങ്കിലും ഒരു കടലാസ് സംഘടനയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടല്ല, മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത്. ഇതിനെതിരായിട്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ഇത് ഒരാത്മഹത്യാപരമായ തീരുമാനമാണ്. മാത്രമല്ല, പാവപ്പെട്ട കുട്ടികളോട് അവരുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശമാണ്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം മാത്രമല്ല, ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നവീന വിദ്യാഭ്യാസ നയം കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ നിഷേധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി മിനിഞ്ഞാന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ യാതൊരു അപാകതയുമില്ല, കേരളത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല, നവീന വിദ്യാഭ്യാസ നയത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് കേരളീയ സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് PM ശ്രീ പദ്ധതിയിൽ യാതൊരു അപാകതയുമില്ല, ഭയപ്പെടാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇന്ന് കാലത്ത് മുതൽ നരേന്ദ്രമോദി സർക്കാർ വിദ്യാഭ്യാസ നയത്തിൽ, NEP-യിൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ, അതുപോലെ PM ശ്രീ പദ്ധതിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇന്നലെ ഉറങ്ങുന്നത് വരെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ആവർത്തിച്ചത്. അപ്പോൾ ഇന്ന് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇപ്പോൾ PM ശ്രീ പദ്ധതിക്ക് എന്ത് തകരാറാണ് സംഭവിച്ചത് എന്ന്. ഇത് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെയും രക്ഷിതാക്കന്മാരുടെയും ജനങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തെ പിണറായി സർക്കാർ വെല്ലുവിളിക്കുകയാണ് എന്നാണ് BJPയുടെ അഭിപ്രായം. AK ബ്രദേഴ്സ് കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ, വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മെർസിബിൾ പമ്പ് സെറ്റുകൾ, കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ, കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ, ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ, മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ, പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ, വാട്ടർ മീറ്ററുകൾ, 3 ഫേസിലുള്ള വിവിധയിനം പമ്പ് സെറ്റുകൾ, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം. വിവരങ്ങൾക്കായി AK ബ്രദേഴ്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. AK ബ്രദേഴ്സ്, ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇരിട്ടി. Contact 85890 6622.